ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മളൊരു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏത് പൊറോട്ടയാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യാബേജ് പൊറോട്ട, കോളിഫ്ലവർ, റാഡിഷ് ഒക്കെ വെച്ച് പൊറോട്ട ഉണ്ടാക്കും. എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പൊറോട്ട എന്തായാലും ആലു പൊറോട്ട തന്നെയായിരിക്കും. അത് കുഞ്ഞുങ്ങളായാലും വലിയവരായാലും അങ്ങനെ തന്നെ. അപ്പോൾ ഒരു നല്ല ആലു പൊറോട്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിലെ സൈഡ് ഡിഷസ് എന്താണെന്നും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ആലു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. വെള്ളം അധികം ആയിപ്പോകാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം. വേണ്ട വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. നല്ല മയത്തിൽ ആട്ട കുഴച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് ഒന്നും കൂടെ സോഫ്റ്റ് ഡൗ ആക്കി മാറ്റണം. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം മാവ് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ അതിൻ്റെ മേളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് വെക്കുന്നത്. ഒരു നല്ല അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാനായിട്ടിരിക്കട്ടെ. ഡൗ നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ചപ്പാത്തി പരത്താൻ എളുപ്പമുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണിത്. അതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വെച്ച് പച്ചമുളക്, ഇഞ്ചി, സവാള, മല്ലിയില ഇത്രയും ചേർക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ പൊടികളായിട്ട് 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് അയമോദകം, അതും 1/2 ടീസ്പൂൺ മതിയാവുന്നതാണ്. ഒന്ന് കൈകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഈ അയമോദകത്തിൻ്റെ പ്ലേസിൽ വേണമെങ്കിൽ നമുക്ക് പെരിഞ്ചീരകം ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഉപയോഗിക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇടാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാവും. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ മിക്സർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് പോകാം. ഒരു ലെമൺ സൈസ് മാവ് എടുക്കുക. മാവ് എത്ര സോഫ്റ്റ് ആവുന്നോ അത്ര എളുപ്പമാണ് നമുക്ക് ഈ പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. അത് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് അമർത്തി ഒരു ചെറിയ ചപ്പാത്തി പോലെ ആക്കുക. പിന്നെ അതിലേക്ക് മാവിൻ്റെ അതേ സൈസിൽ നമ്മുടെ ഫില്ലിങ്ങും കൂടി എടുക്കുക. പിന്നെ അത് ഈ ഫില്ലിങ് അതിനകത്ത് വരുന്ന പോലെ ഒരു ചെറിയ ഉരുളയാക്കി അതിനെ മാറ്റുക. അധികം മാവുണ്ടെങ്കിൽ അതിങ്ങനെ മുറിച്ച് മാറ്റിക്കളയാം. കൈകൊണ്ട് തന്നെ ഒരു ചെറിയ പൊറോട്ട ആയിട്ട് അത് അമർത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് റോളിംഗ് പിൻ വെച്ച് നമുക്ക് എത്ര തിന്നായിട്ട് അത് പരത്താമോ അത് തിന്നായിട്ട് പരത്തണം. റോളിംഗ് പിൻ ഉപയോഗിക്കുമ്പം നടുഭാഗത്ത് അധികം അമർത്താതിരിക്കാനായിട്ട് നോക്കുക. കൂടുതലായിട്ട് പ്രസ് ചെയ്യുകയും ചെയ്യരുത്. ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫില്ലിംഗ് ഒക്കെ സൈഡിൽ കൂടെ പൊട്ടി അതൊക്കെ വെളിയിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ആവശ്യത്തിന് പരത്തി കഴിയുമ്പോൾ എക്സ്ട്രാ ഉള്ള മാവൊക്കെ ഒന്ന് തട്ടിക്കളയുക. പിന്നെ ഒരു തവ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ പൊറോട്ട ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു സൈഡ് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്ത് അടുത്ത വശവും കൂടെ വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, നെയ്യാണ് കൂടുതൽ ടേസ്റ്റി. പിന്നെയും ഫ്ലിപ്പ് ചെയ്ത് 1 മിനിറ്റും കൂടെ നമുക്ക് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മറ്റേ സൈഡിലും ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഈ പൊറോട്ട ഇങ്ങനെ പൊള്ളി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ തവി കൊണ്ട് ഒന്ന് നന്നായിട്ട് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് പൊള്ളി വരുന്നതാണ്. അപ്പം നമ്മുടെ ഒരു ആലു പൊറോട്ട വളരെ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊള്ളി വന്നാലേ അകത്തെ ഫില്ലിങ്ങും ഒക്കെ വെന്ത് നല്ല ടേസ്റ്റായിട്ട് വരികയുള്ളൂ. പിന്നെ സൈഡ് ഡിഷായിട്ട് നമുക്കിവിടെ എരിവുള്ള പിക്കിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം. ഞാനിവിടെ ഒരു മാങ്ങാ പിക്കിളാണ് എടുത്തിരിക്കുന്നത്, കടുമാങ്ങാ പിക്കിൾ. പിന്നെ
തൈര് ഒരു നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റേത്. പിള്ളേർക്കാണെങ്കിൽ ഈ തൈരിനകത്ത് പഞ്ചസാരയും കൂടെ ഇട്ട് ഉപയോഗിക്കാം. ഞാനൊന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് തൈരും കൂടെ ചേർത്ത് നോക്കട്ടെ. അത് നല്ല ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഈ തൈരിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഷുഗറും കൂടെ ഇട്ട് കൊടുക്കാം. നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നല്ല എരിവുള്ള മീൻകറിയുടെ കൂടെയും ഈ ആലു പൊറോട്ട വളരെ നല്ലതായിരിക്കും. സെർവ് ചെയ്യുമ്പോൾ ഒരു ബട്ടർ ക്യൂബും കൂടെ ചേർക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഉടൻ തന്നെ ഇതുപോലെയുള്ള ഒരു നല്ല വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.